ഡോഗ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് നമ്മൾ 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ സിറിഞ്ചിനകത്താക്കി പൊടിച്ചിട്ട് സിറിഞ്ചിനകത്താക്കിയാണ് കൊടുക്കുന്നത്, അല്ലെ അവൻ തുപ്പിക്കളയും. പിന്നെ ക്യാറ്റിൻ്റെ ഫുഡ് നമ്മൾ ചോറിനകത്ത് മിക്സ് ചെയ്ത് അതിനകത്ത് മരുന്ന് വെച്ചാണ് കൊടുക്കുന്നത്. ഇവിടെ ക്യാറ്റ് ഉണ്ട് വീട്ടിലെ, അപ്പോൾ അവരറിയാതെ അവരുടെ ഫുഡ് മോഷ്ടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവൻ കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. അവന് നമ്മൾ ഡോഗിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് 5 ദിവസത്തെ ആൻറ്റിബയോട്ടിക്കാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. നമ്മളതിപ്പോൾ സിറിഞ്ചിനകത്താക്കി ഗുളിക പൊടിച്ചിട്ട് സിറിഞ്ചിനകത്താക്കി കൊടുക്കാൻ നോക്കുവാണ്. അവൻ തുപ്പിക്കളയും ഗുളികയായിട്ട് കൊടുത്താൽ. പിന്നെ ക്യാറ്റിൻ്റെ ഫുഡ് ചോറിനകത്ത് മിക്സ് ചെയ്തിട്ട്, ക്യാറ്റ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ക്യാറ്റ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവരറിയാതെ അവരുടെ ഫുഡ് അടിച്ച് മാറ്റി അതിനകത്ത് നമ്മൾ മരുന്ന് വെച്ച് ഇപ്പം കൊടുക്കുന്നത്. അവൻ കഴിക്കും. അവൻ ബെറ്റർ ആകട്ടെ, എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ. അവന് ഭയങ്കര സ്മെല്ല് അടുത്തോട്ട് വരുമ്പോൾ പൊട്ടി ഒലിക്കുമായിരുന്നേ. അവൻ്റെ ദേഹം എല്ലാം പൊട്ടും, എല്ലായിടത്തും മുഴയുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പം നമ്മളിപ്പം മരുന്ന് കൊടുത്തു. അവൻ തുപ്പുന്നുണ്ട്, മരുന്ന് സിറിഞ്ചിൽ കൊടുത്താലും തുപ്പുന്നുണ്ട്. പിന്നെ അവൻ സഹകരിച്ച് തരുന്നുണ്ട്. പിന്നെ പെയിൻ കാണും, വേദനയും കാണുമേ, പാവം അല്ലേ, പ്രായമുണ്ട്. ഇവനെ ആരോ വളർത്തിയിട്ട് ഇവിടെ കൊണ്ട് കളഞ്ഞതാണ്. ഒരു 3-4 പേരുണ്ട്. അപ്പോൾ ഇവിടെ വന്നാണ് ഫുഡും വെള്ളമൊക്കെ കുടിക്കുന്നത്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇവിടെ മഗ്ഗി വെള്ളം വെച്ചിട്ടുണ്ട്. എപ്പോഴും വന്ന് ഇവിടെ നിന്ന് വെള്ളം കുടിക്കുവേ. ഇവർ മാത്രമല്ല, പൂച്ചയും കിളികളും എല്ലാവരും വന്ന് കുടിക്കാറുണ്ട് വെള്ളം. ചൂട് കൂടിയല്ലോ. പിന്നെ ഇവൻ ഈ കാറിൻ്റെ അടിയിലൊക്കെ പോയി കിടക്കുന്നതുകൊണ്ട് അവൻ്റെ ദേഹത്ത് മൊത്തം ഈ കരിയേ. പിന്നെ ഒന്ന് കുളിപ്പിക്കണം. കുളിപ്പിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല അടുത്ത്. അപ്പോൾ നമ്മളൊന്ന് നോക്കുന്നുണ്ട് കുളിപ്പിക്കാൻ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഓട്ടോ നോക്കിയപ്പം ഓട്ടോക്കാർ വരത്തില്ല കൊണ്ടുപോകാൻ, ഈ സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ടേ. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്കും കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിച്ചിട്ടും പെടലിയുടെ അവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടി അളിഞ്ഞിരിക്കുക. ചെവിക്കകത്തുനിന്ന് നിറയെ പുഴുവായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടർ ക്ലീൻ ചെയ്യുന്നത്ര നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും തോണ്ടിയെടുത്ത് നമ്മൾ മരുന്ന് അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്.